വയനാട്ടിൽ MDMA വേട്ട ഉണ്ടായിരിക്കുന്നു. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് MDMA പിടികൂടുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, വൻ MDMA വേട്ടയാണോ നടന്നിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്താണ്? ഇത് 35 ഗ്രാം MDMA ആണ് പിടികൂടിയിരിക്കുന്നത്. ഈ വൈത്തിരി പോലീസാണ് ഈ പരിശോധന നടത്തിയത്. വാഹന പരിശോധന നടത്തുകയായിരുന്നു SIയുടെ നേതൃത്വത്തിലുള്ള സംഘം. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു വാഹനം ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന കാറിൽ സഞ്ചരിച്ചിരുന്ന ആൾ മുട്ടിൽ സ്വദേശിയാണ്. അബ്ദുൾ നാസർ എന്നാണ് പേര്. 38 വയസ്സാണ് പ്രായം. ഇയാൾ ഈ വാഹന പരിശോധനയ്ക്കിടെ ചില അസ്വാഭാവികമായ രീതിയിലുള്ള പെരുമാറ്റം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതേ തുടർന്ന് നടത്തിയ ഒരു പരിശോധന, അതിനിടയിലാണ് ഈ കാറിനകത്ത് ഈ MDMA പോലൊരു കവർ ഇവർ കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ആ കാറിൽ നിന്ന് പൂർണ്ണമായും ആ MDMA കണ്ടെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പൊഴുതനയാണ്. പൊഴുതന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു MDMA വേട്ട നിലവിൽ നടന്നിരിക്കുന്നത്. കാരണം ഈ പ്രതി എന്ന് പറയുന്ന ആൾ നേരത്തെയും സമാനമായ രീതിയിലുള്ള കേസുകളിൽ ഉൾപ്പെട്ട ആളാണ് എന്നുള്ളതാണ് പോലീസ് സംഘം പറയുന്നത്. സാർ, ഈ കാറിലാണോ അത്? അതെ ഈ കാറിൽ. അതായത് നമ്മൾ സാധാരണ റുട്ടീൻ ചെക്കിങ് നടത്തുമായിരുന്നു. ആ നടത്തുന്ന സമയത്ത് ഇവൻ്റെ വണ്ടി സൈഡാക്കിടാൻ പറഞ്ഞപ്പോൾ ഇവന് ഭയങ്കര തിരക്കാണ് പോകാൻ. അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മൾ നിർബന്ധത്തിലാണ് സൈഡാക്കി ഇട്ടു. അങ്ങനെ വണ്ടി പരിശോധിക്കുന്ന സമയത്ത് സൈഡിലൊരു MDMA കവർ പോലെ ഒരു സംശയം തോന്നി. ഒരു വെളുത്ത പൊടിയുള്ളൊരു കവർ പോലെ തോന്നി. അങ്ങനെ സംശയം തോന്നിയ സമയത്ത് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച സമയത്ത് കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇവൻ്റെ ദേഹം പരിശോധിക്കാൻ ഒരു MDMA സംശയം തോന്നിയുണ്ട്. സ്വാഭാവികമായിട്ട് NDPS ആക്ട് പ്രകാരം സ്വാഭാവികമായിട്ടൊരു ഗസ്റ്റഡ് ഓഫീസർ വേണം ദേഹം പരിശോധിക്കാൻ. അങ്ങനെ തഹസിൽദാർ വിളിച്ചു വരുത്തി. തഹസിൽദാർ വിളിച്ച് ഞാൻ ദേഹം പരിശോധിക്കുന്ന സമയത്ത് വലത് സൈഡിലെ പോക്കറ്റിൽ, പാൻറ്റിൻ്റെ ട്രാക്ക് സൂട്ടിൻ്റെ വലത് സൈഡിലെ പോക്കറ്റിലാണ് കവറിൽ സാധാ പേഴ്സിൽ ഒതുക്കുന്നതിൽ വെളുത്ത പോളിത്തീൻ കവറിൽ ഏകദേശം 35 ഗ്രാമോളം MDMA കണ്ടെത്തി. ഈ അബ്ദുൾ നാസർ നേരത്തെ ഇങ്ങനത്തെ പ്രതിയാണോ? ഇപ്പം അവന് ചോദ്യം ചെയ്തതിൽ അവന് ഇതിനു മുമ്പും ഒരു 0.7 ഗ്രാം MDMA കൈവശം വെച്ചിട്ട് കൽപ്പറ്റ സ്റ്റേഷനിൽ കേസുള്ളതായിട്ട് പറയുന്നുണ്ട്. എന്തായാലും മുട്ടിൽ സ്വദേശിയായിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അയാളെ ജീപ്പിലേക്ക്, പോലീസ് ജീപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും. കേസുമായി ബന്ധപ്പെട്ട് സാജിദ് എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ പേര് സാജിദ് എന്നാണ് പറയുന്നത്. സാജിദ് എന്നാണ് ഈ പ്രതിയുടെ പേര്. 38 വയസ്സാണ് പ്രായം. മുട്ടിൽ സ്വദേശിയാണെന്ന് അറിയുന്നു. എന്തായാലും പോലീസ് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. പക്ഷേ ഇപ്പം രണ്ടാമത് ഇതിൻ്റെ കയ്യിലേക്ക് പിടിപ്പിച്ച് വെച്ച് തന്നതാണ്. എന്താ? ഞാൻ ഇതിൽ പോകുമ്പോഴേ ഇതിന്റെ കയ്യിലേക്ക് വെച്ച് തന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ അത് നിങ്ങളുടെ വാദമാണല്ലോ. അതിനകത്ത് എന്തായാലും ഈ പോലീസ് പറയുന്ന കാര്യം, ഇത് വാഹന പരിശോധനയ്ക്കിടെ നേരത്തെ ഈ കേസ്, സമാനമായ കേസിൽ പ്രതിയായിരുന്നു ഇയാൾ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ആ നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കുകയാണ്. ഇപ്പോൾ പൊഴുതന എന്ന് പറയുന്ന സ്ഥലത്ത് പാറക്കുന്ന് എന്ന് പറയുന്ന ആ പ്രദേശത്താണ് ഈ കാറിലാണ് കടത്തിയിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും പ്രതി ആയ ആളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതിപ്പോൾ ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ വൈത്തിരി പോലീസിൻ്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി വരികയാണ്. വയനാട് വൈത്തിരി പൊഴുതനയിലാണ് MDMA പോലീസ് പിടികൂടിയത്. 35 ഗ്രാം MDMAയുമായി മുട്ടിൽ സ്വദേശി സാജിദിനെ പിടികൂടി എന്നതാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. സംശയം തോന്നി പോലീസ് നടത്തിയ പരിശോധനയിലാണ് MDMA കണ്ടെത്തിയത്.